23 ഏപ്രിലിന് നമ്മുടെ മാർക്കറ്റിൽ വ്യൂ എന്താണ്? ആ, അതായത് ആന്റിസിപ്പേഷൻ അതാണ് എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഹയർ പ്രോബിലിറ്റി എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ 1 മന്ത് ചാർട്ട് ടൈമിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് 1 മന്ത് ടൈം ഫ്രെയിം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്ത് കാണാനായിട്ട് പറ്റും? ഒരു ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, 1 മന്ത് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. സോ ഇതിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുന്ന് റിയാക്ഷൻസും പ്രോപ്പർ ആയിട്ടുള്ള റിയാക്ഷൻസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റ് തരുന്നുണ്ട്. ഫൈൻ. ഇനി നമ്മൾ നോക്കേണ്ടത് 1 വീക്ക് ടൈം ഫ്രെയിം ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് നമുക്ക് ഡ്രോ ചെയ്യാം. മാർക്കറ്റ് അഗൈൻ ഇവിടെ നിന്നൊരു അപ്സൈഡ് പോയി ലോ ക്രിയേറ്റ് ചെയ്ത് അപ്സൈഡ് ക്രിയേറ്റ് ചെയ്ത് ഇത് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. യെസ്, ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും അപ്പ്, എന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? താഴോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. വീക്കില് ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റ് ഇല്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ആന്റിസിപ്പേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡൗൺ സൈഡ് ആണ്. ഇപ്പോൾ 1 വീക്ക് മാറിയിട്ട് 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകാം. 1 ഡേ ടൈം ഫ്രെയിമിൽ സംബന്ധിച്ചോളം ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. ഇതിനെ നമ്മൾ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയും. വൺസ് പിന്നെ നമുക്കുള്ള എന്താണ്? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഹൈ സപ്ലൈ സോൺ ഉണ്ട്. ഓർഡർ ബ്ലോക്ക് അല്ല, സപ്ലൈ ആണുള്ളത്. ഇങ്ങനെ വരില്ല. ആ സപ്ലൈനെ അവർ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സപ്ലൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഫാൾ ചെയ്യുന്നുണ്ട്. അഗൈൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡൗൺ സൈഡിലോട്ട് പോകുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ആന്റിസിപ്പേഷൻ വരുന്നത്. ഇപ്പൊ മാർക്കറ്റ് ഈ ഫാള് എത്രത്തോളം വരാനുള്ള ഹയർ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാം ഈ ഒരു സ്വിങ്ങിന്റെ, കാരണം ഇതൊരു നമ്മൾക്ക് എക്സാക്ട് നമ്മൾ വ്യൂ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതാണ് ഹൈറ്റ് ലോ വരയ്ക്കും. ഇതിന്റെ ഒരു 50% മാർക്കറ്റ് വന്നിട്ട് 50% മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആസ് പെർ സ്ട്രക്ചർ പ്രകാരമാണെങ്കിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ട്. മാർക്കറ്റ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഇവിടെ നിന്ന് ഏകദേശം ഇതുവരെയുള്ള ഫാൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആസ് പെർ സ്ട്രക്ചർ പ്രകാരം. ഓക്കെ, ഇതിന്റെ മേലേക്ക് പോയിട്ട് വേറെ ഓർഡർ ബോക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബിലി നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഈ ഒരു റേഞ്ച് വരെ ഉണ്ട് എന്നുള്ളതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് ഇതുവരെ വരാം. അതായത് ഈ ഒരു ഇതിന്റെ 50%, ഏകദേശം ഈ ഒരു റേഞ്ച് വരെ, ഈ ഒരു 50% വരെ മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതുവരെയെങ്കിലും മാർക്കറ്റിന് റീട്രേസ്മെന്റ് ചെയ്ത്, അതായത് ഇൻ കേസ് മാർക്കറ്റ് മേലോട്ട് പോവാണെന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ ആണെന്ന് വിചാരിക്കും. അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ച് വരെ വന്നിട്ടെങ്കിലും മാർക്കറ്റ് എന്ത് ചെയ്യും? റിവേഴ്സ് പോകേണ്ടതായിട്ടുണ്ടാവും ഈ ഒരു റേഞ്ച്. സോ ഇതിനെയാണ് നമ്മൾ 50% ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. 50% ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 hour ടൈം ഫ്രെയിമിൽ പോകാം. 4 hour ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ ഇത് നമ്മുടെ 50% ആണ്. ഇവിടെ ഇതാണ് ലാസ്റ്റ് ഇൻഡ്യൂസ്മെന്റ്. അതായത് ഇതിപ്പോ ഒരു അപ് ട്രെൻഡ് ആയല്ലോ. ഇതൊരു കറന്റ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഫുള്ളി അപ് ട്രെൻഡ് സെറ്റപ്പ് ആണ്. ഈ ഒരു സ്ട്രക്ചർ ഇതിന് മൈനർ സ്ട്രക്ചർ എന്ന് പറയും. കാരണം ഇതിന്റെ മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഈ മേജർ സ്ട്രക്ചറിന്റെ 50% മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇതുവരെയാണ്. ബട്ട് സ്ട്രക്ചർ വഴി ഇതുവരെയാണ്. പക്ഷെ ഒരു മിനിമം ഇവിടം വരെയെങ്കിലും വരണം. അതിന് മുന്നായിട്ടുള്ള ഡിസിഷണൽ OB എന്ന് പറയുന്നത്, അതായത് ഇതിനെ അപ്സൈഡ് വ്യൂവില് ഇത് ഇൻഡ്യൂസ്മെന്റ് ആണ് അല്ലെ. കാരണം ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയ ഹയർ ഹൈ. സോ ഇതിന്റെ താഴെയുള്ള പ്രീവിയസ് പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇതെടുത്താൽ ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. സോ മാർക്കറ്റ് ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഈ ഒരു ഓർഡർ ബ്ലോക്കിലാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ നിൽക്കുമ്പോൾ പറഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. വൺസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിന് മാർക്കറ്റ് എന്ത് ചെയ്യാനായിരിക്കും ഹയർ ചാൻസ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ഇപ്പോഴും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു ഫാബ് ഉണ്ട്, മാർക്കറ്റ് ഈ റേഞ്ചിലോട്ട് വന്നിട്ടേക്ക് മാർക്കറ്റ് ഫാൾ ചെയ്യാനായിട്ടുള്ളതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി കാണിക്കുന്നത്. കാരണം ഈ ഒരു സ്ട്രക്ചറിന്റെ 50% പോലും വന്നിട്ടില്ല, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ എന്നിരുന്നാലും അവിടുത്തെ റിയാക്ഷൻ ബ്രേക്ക് ചെയ്ത് ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡ് പോകാനുള്ള ഹയർ ചാൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോറി ഇതല്ല കേട്ടോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത. ഓക്കെ, അപ്പോ ഇപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഓർഡേഴ്സ് അവിടെ നിന്ന് ഫിക്സ് ചെയ്യും. നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ അങ്ങനെ മുറിഞ്ഞു പോകത്തില്ലല്ലോ. സോ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ഓർഡേഴ്സ് അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യത്തില് നമുക്കൊരു 1 hour സ്ട്രക്ചറിലോട്ട് പോവാം. 1 hourൽ ക്ലീൻ ആയിട്ട് മാർക്കറ്റ് അതിന് റിയാക്ഷൻസ് നോക്കിയാൽ മാർക്കറ്റ് വന്നു, ടാപ്പ് ചെയ്തു, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള ലാസ്റ്റ് ബിയേഴ്സ്. ഇത് ആസ് പെർ 1 hour സെക്ടർ, ഇതാണ് ലാസ്റ്റ് ബിയേഴ്സ്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 50% പോയിട്ട് വാലിഡേറ്റ് ചെയ്തിട്ട് തന്നെ അടുത്ത ബിയേഴ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ട് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആയിട്ട് ഇനി നമ്മുടെ ലെഗ് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ലെഗ് വരുന്നത്, ഇതിൽ നിന്ന് ഇതിലോട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലെഗ്. സോ ലെഗിനകത്ത് 50% മാർക്ക് ചെയ്യാം. 50% കേട്ടാ, ഈ ഫുൾ ലെഗിന്റെ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് കേട്ടോ. ഇതിനപ്പുറത്ത് ഒരു ട്രേഡിംഗ് റേഞ്ച് ഇല്ല നമുക്ക്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കണം നമ്മുടെ ഹയർ ടൈം ഫ്രെയിമിൽ. ഇതൊരു 1 hour ടൈം ഫ്രെയിം ആണ്. ഇവിടെ നമ്മുടെ 50%, ഈ ലെഗിലെ 50% എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ? ഇനി ഈ 50% അതല്ലെങ്കിൽ ഈ 50% എത്തിയിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്യുന്നു, 50% അല്ലെങ്കിൽ പിന്നെ ഇത്. ഓക്കെ, 50% അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ ഇത്. ഇതിപ്പോ ഒരു ഹയർ ഡിമാൻഡ് ഏരിയ നിന്നാണ് റിവേഴ്സ് വരുന്നത്. സോ ഹയർ ഡിമാൻഡ് ഏരിയ എപ്പോഴും പുൾ ബാക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞു, ഇതാണ് നമ്മുടെ ട്രേഡിംഗ് റേഞ്ച്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് ഈ ഒരു ഏരിയ ആണെന്ന് പറഞ്ഞാലും മേ ബി ഇത് ഫെയിലിയർ ചെയ്യാനുള്ള ഹയർ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, വരുന്നത് ഡിമാൻഡിൽ നിന്നാണ്, പ്രൈസ് വരുന്നത് ഡിമാൻഡിൽ നിന്നാണ്. സോ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം. ഇൻ കേസ് ഓഫ് ബ്രേക്കിംഗ് ചാൻസ് ഹൈ ടു ലോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാണ്. നമ്മുടെ ഇതാണ് നമുക്ക് ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ട്രേഡിംഗ് റേഞ്ച് എൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവിടെയാണ് ട്രേഡിംഗ് റേഞ്ച് എൻഡിങ്. സോ ഇത് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് വരുന്നത് ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നായതുകൊണ്ട് മാത്രം. സോ ഇനി നമുക്ക് എൻട്രീസ് പ്ലാൻ ചെയ്യാം. മേജർ ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് കിട്ടാൻ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഇൻഡ്യൂസ്മെന്റ് കാണുമ്പോൾ നമുക്ക് ഇതിൽ ഇപ്പൊ ഏത് വേണമെങ്കിൽ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഇതാണ് പിന്നെ വന്നിട്ടുള്ള ലോ, ഇതിന് മേലെ ഇതാണ് ഇൻഡ്യൂസ്മെന്റ്. ഇപ്പൊ ഓൾറെഡി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡ്യൂസ്മെന്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡ്യൂസ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പ്രോപ്പറായിട്ട് ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് എന്തെടുക്കണം, അടുത്തൊരു ഓർഡർ ബ്ലോക്ക് എന്നായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇത് വരുന്നത്. ഇപ്പൊ 50% റേഞ്ചിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഏതാണത്, ഇതാണ് ആ ഒരു ഓർഡർ ബ്ലോക്ക്. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്താണെങ്കിലും ഒരു റിയാക്ഷൻ കിട്ടും. കാരണം 50% വരുന്നുണ്ട്, ഓർഡർ ബ്ലോക്ക് വരുന്നുണ്ട്, ഡാം ഷുവർ ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടും. നമുക്ക് റിയാക്ഷൻ എൻട്രി എടുക്കാം. ഒരു 1:1, 1:4 അല്ലെങ്കിൽ 1 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്താൽ മോസ്റ്റ് പ്രോബബ്ലി നല്ലൊരു റിയാക്ഷൻ എൻട്രി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ എക്സ്ട്രീംലി നമുക്ക് കിട്ടേണ്ട ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്.
ഇതാണ് നമ്മുടെ എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്. ഇതൊരു അൺമിറ്റിഗേറ്റഡ് ആണ്. നമ്മളുടെ ഇന്നലത്തെ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്തത് ഈ ഒരു ഓർഡർ ബ്ലോക്കിനായിരുന്നു. സോ ഇതും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. എന്തായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണ്? വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്നർ ക്യാൻഡിൽ ആണ് കേട്ടോ. ഒരു ഹ്യൂജ് ക്യാൻഡലിന്റെ ഇതാണ് വരുന്നത്. സോ ഇതൊരു ഇന്നർ ക്യാൻഡിലാണ് എനിക്കറിയാം. ബട്ട് ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. സോ നമുക്ക് മേജർ ആയിട്ട് രണ്ട് ഓർഡർ ബ്ലോക്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡിസിഷനിലാണ്, പക്ഷെ ഇത് ഹൈ റിയാക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് മേജർ ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക്. ഇൻ കേസ് നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഇത് സ്വീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനോ സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് ഒരു ഹൈ ഡിമാൻഡ് ഏരിയയിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വ്യൂ ഉള്ളത്. സോ നമ്മുടെ ആന്റിസിപ്പേഷൻ പറഞ്ഞുതരാം. മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഒരു 50% ഹൈയിലോട്ട് പോകണം. മാർക്കറ്റ് ഇവിടെ നിന്നും ഒരു അപ്സൈഡ് റാലി, ഒരു 50%ലോട്ടെങ്കിലും ഒരു അപ്സൈഡ് റാലി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം ഉള്ളത്. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോകുന്നതായിട്ടും നമുക്കെല്ലാം കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അപ്പൊ നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന എൻട്രീസ് മോർണിംഗിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അപ്സൈഡിലോട്ടിലെല്ലാം എൻട്രീസും പ്ലാൻ ചെയ്യാം. ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ആവണമെങ്കിൽ ഇതുവരെ നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു അപ്പിലോട്ട് മാത്രം കളിച്ച് ഇൻ കേസ് വീഴുകയാണെങ്കിൽ നാളെയൊക്കെ ആയിട്ടായിരിക്കും മാർക്കറ്റ് വീഴുന്നത്. സോ ഇന്ന് നമ്മളുടെ വ്യൂ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫാമിന്ന് അപ്സൈഡിലോട്ട് പോകുന്ന പോലെ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് അപ്സൈഡ് ഒരു 50% എത്തുന്നവരെ, ഈ 50% എയിം ചെയ്ത് നമുക്ക് മാക്സിമം എൻട്രീസ് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാം. ഇത് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ്. സോ വിൻ റേറ്റ് നല്ല രീതിയിൽ കുറയാനായിട്ടുള്ള പോസിബിലിറ്റീസ് നമുക്ക് എന്തുണ്ട് ഉണ്ട്. ഇവിടെ നോക്കാം. ഇപ്പോഴത്തെ ഇത് 1 മിനിറ്റ് സ്ട്രക്ചർ ആണ്. സോ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് പ്രോപ്പർ ഇൻഡ്യൂസ്മെന്റ് ഇല്ല. നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ഹൈ ഇതാണ്. അതിനുശേഷം മാർക്കറ്റിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ലാസ്റ്റ് ഇതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ്മെന്റ് ഏതും വാലിഡേറ്റ് അല്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ലിക്വിഡിറ്റി ആയിട്ട് ഇത് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. ഡബിൾ ഇത് വന്നിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്, ഇതെടുത്തിട്ടുണ്ട്, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മേലെ പോയിട്ട് ക്ലോസിംഗ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് നമുക്കൊരു വാലിഡേറ്റ് ചെയ്യാം. ഇൻ കേസ് ഓഫ് സ്ട്രക്ചർ, എന്തെങ്കിലും ഒരു സ്ട്രക്ചർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രീസും പ്ലാൻ ചെയ്യാം. ഇൻ കേസ് ഇപ്പൊ ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു അപ്പ് വെച്ചു, ഇൻഡ്യൂസ്മെന്റിന് ശേഷമുള്ള ഓർഡർ ബ്ലോക്കിൽ നിന്ന് എൻട്രി പ്ലേസ് ചെയ്തിട്ട് ടാർഗറ്റ് നമുക്കറിയാലോ 50% രീതിയിൽ എൻട്രി പ്ലാൻ ചെയ്യാം. ഇതാണ് ആഫ്റ്റർ 1 മിനിറ്റ് പ്രകാരം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന എൻട്രി എന്നുള്ളത്. സിമ്പിൾ ലോജിക് ആണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. നാളെ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം മനുഷ്യ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ വേറൊന്നുമില്ല. താങ്ക് യു ഓൾ. ബൈ. സീ യു ലൈറ്റർ.